അതായത് ആ രീതിയിൽ റൊമാൻറ്റിക് ആയിട്ട്. അല്ലാതെ ഇത്രയും വർഷം എങ്ങനെ രണ്ടുപേരും പിടിച്ചു നിന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് പല്ലവി നടത്തം നിർത്തി. എന്നിട്ട് ഗീതാഞ്ജലിയോട് പറഞ്ഞു, നമുക്കൊരാളോട് പ്രണയം തോന്നുന്നുണ്ട് എന്ന് വെച്ച് അയാളുമായി മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? പല്ലവിക്ക് അബിയെ ഇഷ്ടമാണെന്ന് അവളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അത് കേട്ടതും ഗീതാഞ്ജലി കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ശേഷം വീണ്ടും ചോദിച്ചു, ഓക്കെ, നിനക്കവനെ ഇഷ്ടമാണെങ്കിൽ, അവൻ നിന്റെ ഭർത്താവാണെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇതുവരെ ഒന്നും നടക്കാതിരുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് കേട്ടതും പല്ലവിക്ക് ഇനി എന്ത് പറയണം എന്നറിയാതായി. അവൾ മനസ്സിലാലോചിച്ചു. ശരിയാണ്, എനിക്ക് അബിയെ വളരെ ഇഷ്ടമാണ്. അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. അവൻ എന്നെ നോക്കുന്ന രീതി, കെയർ ചെയ്യുന്നത്, എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോ എനിക്കവനെ ഇഷ്ടം തന്നെയാണ്. പിന്നെ അവനും എന്നെ ഇഷ്ടമാണെന്ന് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നിട്ടും പിന്നെ എന്താണ് ഇവള് പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ ഒന്നും നടക്കാത്തത്? പല്ലവിയുടെ മനസ്സിൽ ഒന്നിനു പിറകെ ഒന്നായി പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും അവളുടെ കയ്യിൽ ഉത്തരവില്ലായിരുന്നു. അബിയെക്കുറിച്ച് ചിന്തിക്കുന്തോറും അവളുടെ ഉള്ളിൽ നാണം വന്നു. ആ സമയം അവൾ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു. ഇന്ന് വീട്ടിലെത്തിയാൽ ഈ കാര്യം അബിയുമായി സംസാരിക്കണം. ഗീതാഞ്ജലി അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പല്ലവിയോട് പറഞ്ഞു, പല്ലവി, ഇതിനെല്ലാം അർത്ഥം നിനക്ക് ആ അബിയെ ഇഷ്ടമല്ല എന്നാണ്. നീ അവന് വിട്ടു പോകണം. നിനക്ക് ഞാൻ വേറെ നല്ല ആൺകുട്ടികളെ പരിചയപ്പെടുത്തി തരാം. പുതിയ ബിസിനസ് ആരംഭിച്ചവർ, കുടുംബ ബിസിനസ് നോക്കി നടത്തുന്നവർ, അങ്ങനെ കുറെ പേര്. അവരോരോരുത്തരും ആ അബിയേക്കാൾ 100 ഇരട്ടി ഭേദമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഗീതാഞ്ജലിയുടെ തുടർച്ചയായുള്ള സംസാരം കേട്ട് പല്ലവി ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായപ്പോൾ പല്ലവിയുടെ ക്ഷമ നശിച്ചു. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഗീത, മിണ്ടാതിരിക്കെ. നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അബിയെ വിട്ടു പോകില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും, മനസ്സിലായോ? വളരെ ഗൗരവത്തോടെയാണ് പല്ലവി അത് പറഞ്ഞത്. അതും പറഞ്ഞ് അവൾ മുൻപോട്ട് നീങ്ങി. എന്നാൽ ഗീതാഞ്ജലി അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അവൾ പല്ലവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് വീണ്ടും അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പല്ലവി, നിൽക്ക്, ഒരു കാര്യം കൂടെ പറ. അവനെ വിട്ടു പോവാതിരിക്കാൻ മാത്രം എന്താ അവനിലുള്ളത്? അത് ചോദിക്കുമ്പോൾ ഗീതാഞ്ജലിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. പദവിയോ വിദ്യാഭ്യാസമോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനമോ ഒന്നുമില്ലാതിരുന്ന അബി പല്ലവിക്ക് ഒരു തരത്തിലും മാച്ചല്ല എന്നാണ് ഗീതാഞ്ജലിയുടെ കണ്ടെത്തൽ. ഗീതാഞ്ജലിയുടെ ചോദ്യം കേട്ടപ്പോൾ പല്ലവിയുടെ കണ്ണുകൾ തിളങ്ങി. മറ്റുള്ളവരുടെ കണ്ണിൽ അബി ഒരിക്കലും എന്റെ കൂടെ നിൽക്കാൻ യോഗ്യനല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആൺകുട്ടി. അവനെ വിവാഹം ചെയ്യാൻ ഞാൻ അർഹയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ പറഞ്ഞു തീർന്ന ഉടനെ പുറകിൽ നിന്ന് പരിചിതമായ ശബ്ദം കേട്ടു. അത് അബിയായിരുന്നു. പല്ലവി, അവിടെ നിൽക്ക്. അബിയുടെ ശബ്ദം കേട്ട പല്ലവി ആലോചിച്ചു. ഞാൻ പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ടാവോ? ഈ കാര്യങ്ങളെല്ലാം ആദ്യം അവൻ എന്നോട് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനി എന്തിനാവും ഇവനിപ്പോ എന്നോട് നിൽക്കാൻ പറഞ്ഞത്? പല്ലവി ഇങ്ങനെയുള്ള ചിന്തയിലായിരുന്നപ്പോൾ ഗീതാഞ്ജലിയുടെ മനസ്സിലൂടെ മറ്റു ചില കാര്യങ്ങളായിരുന്നു ഓടിയിരുന്നത്. അവൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, പല്ലവി, നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഇവനെയൊക്കെ കിട്ടിയിട്ട് എന്തിനാ? എനിക്കിവനെ ഇഷ്ടമേ അല്ല. അത് അബിക്കും അറിയാം. പല്ലവിയും ഗീതാഞ്ജലിയും അവരുടേതായ ലോകത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അബി അവരുടെ പുറകെ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണീ പോകുന്നത്? ടാക്സി സ്റ്റാൻഡ് ദേ ഇപ്പുറത്താണ്. അബിയുടെ വാക്ക് കേട്ടപ്പോഴാണ് അവർക്ക് രണ്ടുപേർക്കും ബോധം വന്നത്. അല്പസമയത്തിനകം അവർ 3 പേരും കൂടി ഒരു ടാക്സിയിൽ കയറി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഗീതാഞ്ജലി പല്ലവിയോട് ചോദിച്ചു, പല്ലവി, നിനക്ക് കാറില്ലേ? പല്ലവി ഗീതാഞ്ജലിയെ നോക്കി ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അവൾ പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് നിനക്കറിയില്ലേ? പല്ലവി ഇതുവരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ലെന്ന് ഗീതാഞ്ജലി അപ്പോഴാണ് ഓർത്തത്. ഗീതാഞ്ജലിയും പല്ലവിയും ടാക്സിയുടെ പുറകിലെ സീറ്റിലായിരുന്നു ഇരുന്നത്. അബി മുന്നിലും. ഗീതാഞ്ജലി അബിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, അബി, നിനക്കെന്ത് പറ്റി? നിനക്കും കാറില്ലേ? അബി മറുപടി പറയുന്നതിന് മുൻപ് പല്ലവി എന്തെങ്കിലും കള്ളം പറയാമെന്ന് തീരുമാനിച്ചു. അവൾ പറഞ്ഞു, അത് പിന്നെ. പല്ലവിക്കൊന്നും പറയാൻ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അബി തന്നെ അവളൊരു സത്യസന്ധമായി കാര്യം പറഞ്ഞു. ഇല്ല, എന്റെ കയ്യിലും കാറില്ല. അബിയുടെ മറുപടി കേട്ട ഗീതാഞ്ജലി ദേഷ്യപ്പെട്ടു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു കാറ് പോലുമില്ല. അവളുടെ ആ ദേഷ്യം അവൾ പല്ലവിയിൽ നിന്നും മറച്ചു വെച്ചില്ല. ഗീതാഞ്ജലിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ പല്ലവിക്ക് അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ പല്ലവി ആലോചിച്ചു, ഈ കാര്യം ഞാൻ എന്തുകൊണ്ട് നേരത്തെ ചിന്തിച്ചില്ല? എന്തായാലും ഹിൽവ്യൂ മാൻഷന്റെ പ്രൊജക്റ്റിൽ നിന്നും എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ചെക്ക് കൊണ്ട് അബിക്കൊരു നല്ല കാർ വാങ്ങണം. ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇനി ആളുകൾ അവനെ കളിയാക്കാൻ പാടില്ല. ഗീതാഞ്ജലിയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ റെസ്റ്റോറന്റിലെത്തിയത് പല്ലവി അറിഞ്ഞില്ല. ഊട്ടിയിലെ ഏറ്റവും ഫേമസ് ആയ ലാവൻഡർ റെസ്റ്റോറന്റിലായിരുന്നു അവർ 3 പേരും എത്തിയത്.
ഇന്ത്യൻ ഫുഡിന് വളരെ പ്രശസ്തമായിരുന്നു ആ റെസ്റ്റോറന്റ്. ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ ഗീതാഞ്ജലിക്ക് ആവേശമായി. പല്ലവിയോടൊപ്പം അഭിയും അവളുടെ കൂടെ അകത്തേക്ക് നടന്നു. ലാവൻഡർ റെസ്റ്റോറന്റ് ഇന്ത്യയുടെ പൈതൃക പാരമ്പര്യത്തെ തുറന്നു കാണിക്കുന്ന രീതിയിലായിരുന്നു ഒരുക്കിയിരുന്നത്. പല്ലവി അവിടുത്തെ മാനേജറോട് വളരെ മാന്യതയോടെ ചോദിച്ചു, എക്സ്ക്യൂസ് മീ, പ്രൈവറ്റ് റൂം എവിടെയാണ്? ഞങ്ങൾ 3 പേരുണ്ട്, ഞങ്ങൾക്കൊരു ടേബിൾ വേണം. പല്ലവിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാനേജർ പറഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, വി ആർ എക്സ്ട്രീംലി സോറി. ഇപ്പോ ഇവിടെ ഒരു പ്രൈവറ്റ് റൂമോ ടേബിളോ ലഭ്യമല്ല, എല്ലാം ഫുള്ളാണ്. ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് നിരാശ തോന്നി. അപ്പോൾ ഗീതാഞ്ജലി മാനേജറോട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ മറ്റൊരിക്കൽ വരാം. പല്ലവി വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അവർ 3 പേരും അവിടുന്ന് പോവാനിറങ്ങുമ്പോൾ 3 ആൺകുട്ടികൾ അവരുടെ മുന്നിലൂടെ കടന്നുപോയി. അവർ 3 പേരും ബ്രാൻഡഡ് വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. വില കൂടിയ ഷൂസും വാച്ചും കണ്ണടയും എല്ലാമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. പെട്ടെന്ന് ഗീതാഞ്ജലിയുടെ കണ്ണുകളിൽ അവരിൽ ഒരാൾ പതിഞ്ഞു. അവൾ അവനെ പേരെടുത്ത് വിളിച്ചു, കാർത്തിക്. ഗീതാഞ്ജലി അവനെ തനിക്ക് അറിയാവുന്ന ആളാണല്ലോ എന്ന രീതിയിൽ നോക്കി. അവൾ പേരെടുത്ത് വിളിച്ചപ്പോൾ അവനും അവളെ തന്നെ നോക്കി. എന്നിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു, ഗീതാഞ്ജലി, നീ എന്നാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്? അതിന് മറുപടിയായി ഗീതാഞ്ജലി പറഞ്ഞു, ദാ ഇപ്പോ വന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പൊ കാർത്തിക് അവളോട് ചോദിച്ചു, ഇപ്പോഴോ? എന്നിട്ടെന്താ എന്നെ അറിയിക്കാതിരുന്നത്? ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ വരില്ലായിരുന്നോ? കാർത്തിക് അതും പറഞ്ഞ് പല്ലവിയെയും അഭിയെയും നോക്കി. പല്ലവിയെ കണ്ടതും കാർത്തികിന്റെ കണ്ണുകൾ അവളിൽ ഉടക്കി നിന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന സുന്ദരിയെ കണ്ടപ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. പിന്നെ അവൻ ഗീതാഞ്ജലിയോട് ചോദിച്ചു, നീ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാണോ? ഗീതാഞ്ജലി പറഞ്ഞു, യെസ്, ബട്ട് ഇവിടെ പ്രൈവറ്റ് റൂമോ ടേബിളോ ഒന്നും ഒഴിവില്ല. ഞങ്ങൾ ഇവിടുന്നും ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ കാർത്തിക്കിനുള്ളിൽ സന്തോഷം തോന്നി. അവൻ വേഗം തന്നെ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞാനിവിടെ ഒരു വലിയ പ്രൈവറ്റ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യു കൻ ജോയിൻ വിത്ത് അസ്. അതും പറഞ്ഞ് അവൻ പല്ലവിയുടെ മുഖത്തേക്ക് നോക്കി. ഇത് കേട്ട ഉടനെ പല്ലവി അത് നിരസിക്കാൻ ഒരുങ്ങി. എന്നാൽ ഗീതാഞ്ജലി അപ്പൊ തന്നെ അത് സമ്മതിച്ചു. വൈ നോട്ട്, ഞങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാം. ഇത് കേട്ടതും പല്ലവി അഭിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ തന്റെ അഭിപ്രായം ചോദിക്കുകയാണെന്ന് അഭിക്ക് മനസ്സിലായി. പല്ലവിയുടെ മൂഡില്ലാതാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തൽക്കാലം അവൻ സമ്മതം എന്ന രീതിയിൽ തലയാട്ടി. ശേഷം കാർത്തിക്കിന്റെയും അവന്റെയും സുഹൃത്തുക്കളുടെയും കൂടെ ഗീതാഞ്ജലിയും പല്ലവിയും അഭിയും അവരുടെ പ്രൈവറ്റ് റൂമിലേക്ക് പോയി. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ കാർത്തിക് ഗീതാഞ്ജലിയോട് ചോദിച്ചു, ഗീത, ഇവർ 2 പേരും നിന്റെ ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അപ്പൊ ഗീതാഞ്ജലി പല്ലവിയെയും അഭിയെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, ഇത് പല്ലവി രവിചന്ദ്രൻ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഗീതാഞ്ജലി പല്ലവിയെ മാത്രം പരിചയപ്പെടുത്തി. അവൾ മനഃപൂർവ്വം അഭിയെ ഒഴിവാക്കി. പക്ഷെ അഭിയെ ഇതൊന്നും വിഷമിപ്പിച്ചില്ല. അവന്റെ മനസ്സിൽ അപ്പോൾ വേറെ പല ചിന്തകളായിരുന്നു. ഗീതാഞ്ജലിയെ നോക്കിക്കൊണ്ട് അഭി മനസ്സിൽ പറഞ്ഞു, ഗീതാഞ്ജലി, നീ ഇനിയെങ്കിലും കുറച്ച് മെച്യൂരിറ്റി കാണിക്കേ. നീ ലണ്ടനിൽ പോയി PhD ഒക്കെ എടുത്ത് വന്നതല്ലേ? എന്നിട്ടാണോ ഇങ്ങനത്തെ ബാലിശമായ കാര്യങ്ങൾ ചെയ്യുന്നത്? പണക്കാരായ ആൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് എന്നെ അവരുടെ മുൻപിൽ അപമാനിക്കുക. പക്ഷെ എനിക്കതൊന്നും പ്രശ്നമല്ല. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ ഗീത. ഒരു വശത്ത് അഭി ഗീതാഞ്ജലിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മറുവശത്ത് കാർത്തിക്കിന്റെ കണ്ണുകൾ പല്ലവിയുടെ സുന്ദരമായ മുഖത്തായിരുന്നു. അവനവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഊട്ടി നഗരത്തിലെ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആ സുന്ദരിയായ CEO ആണ് കാർത്തിക്കിന്റെ മുമ്പിലുള്ളതെന്ന് അവനപ്പോൾ മനസ്സിലായി. ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു പല്ലവി. കാർത്തിക് പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹലോ മിസ് പല്ലവി, ഐ എം കാർത്തിക്. ഞാൻ M ഗ്രൂപ്പിന്റെ CEO ആണ്. ഈ ലാവൻഡർ റെസ്റ്റോറന്റും ഞങ്ങളുടെ പ്രൊജക്ടുകളിൽ ഒന്നാണ്. അതിന് മറുപടിയായി പല്ലവി മാന്യമായ രീതിയിൽ ഹലോ എന്ന് പറഞ്ഞു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിന്റെ ഏക അവകാശി കൂടിയാണ് കാർത്തിക്. അവൻ തന്റെ കൂടെയുള്ള 2 സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് മാധവ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇവൻ നമ്മുടെ ഊട്ടി മേയറുടെ മകനാണ്. ഇത് പിന്നെ എന്റെ അടുത്ത സുഹൃത്ത് പ്രസാദ്. നിങ്ങൾ എല്ലാവരും ഇവന്റെ ജ്വല്ലറി ഷോപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഊട്ടിയിൽ തന്നെ ഇപ്പൊ ഇവർക്ക് 3 ബ്രാഞ്ചുകളുണ്ട്. എല്ലാം ഇവന്റെ തന്നെയാണ്. അവരെല്ലാവരും തന്നെ വളരെ സമ്പന്നമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരുന്നു. പല്ലവി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെട്ടു. അപ്പോഴാണ് കാർത്തിക്കിന്റെ കണ്ണുകൾ അഭിയിലുടക്കിയത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.